ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഗാർഡനറി വിത്ത് ആർട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ചെയ്തെടുത്ത ഒരു സിമ്പിൾ മൊസായിക് ആർട്ട് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തതാണ്. അത് വോളിൽ ഹാങ് ചെയ്തവരും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നുള്ളത് ഇതുപോലെയുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡും കുറച്ച് മിറർ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ആർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ അടുത്ത് ബാലൻസ് ഉള്ള കുറച്ച് മിറർ പീസസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു സിമ്പിൾ രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ മേക്ക് ചെയ്തിട്ടുള്ളത്. ഈ മിറർ പീസൊക്കെ ധാരാളം ക്രാഫ്റ്റ് ഷോപ്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിത് വാങ്ങിയിട്ടുള്ളത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് നമുക്കിത് വാങ്ങിക്കാം. നമ്മളിത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഫെവിക്കോളാണ്. നമുക്ക് വേഗത്തിൽ തന്നെ അങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടായിരുന്നു. മിറേഴ്സ് ഇങ്ങനെ പല രീതിയിൽ വെച്ചിട്ടുണ്ടാക്കിയാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ വരച്ചെടുത്തിട്ട് തന്നെ നമുക്ക് മിറർ സ്റ്റിക്ക് ചെയ്യാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഐഡിയാസ് ഒന്നും കയ്യിൽ വേണമെന്നില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഐഡിയാസ് കൂടി ഉണ്ടെങ്കിൽ ഈ ആർട്ടിനെ നമുക്ക് മനോഹരമാക്കിയെടുക്കാം. വലിയ സൈസിലുള്ള കാർഡ്ബോർഡ്സിലും റൗണ്ട് തന്നെ വേണമെന്നില്ല, സ്ക്വയർ ആയാലും ഒക്കെ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ അവരവരുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. എൻഡിൽ ഇങ്ങനെ മിറർ കൊടുക്കുന്നത് കൊണ്ടും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ഏത് ഷേപ്സിലുള്ള പീസും യൂസ് ചെയ്യാം. റൗണ്ടൊക്കെ ആകുമ്പോൾ വേറെ തന്നെ ഭംഗിയായിരിക്കും. നമ്മളെ കയ്യിലുള്ള പീസസാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാം സ്റ്റിക്ക് ചെയ്തതിന് ശേഷമുള്ള ഇതിൻ്റെ ലുക്ക് ഇതാ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു പൗഡറാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പൗഡറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. മാർബിൾ പൗഡർ, അതുപോലെ തന്നെ വാൾപുട്ടി, അങ്ങനെ കുറേ തരത്തിലുള്ള പൗഡേഴ്സ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫെവിക്കോൾ കൂടി ആഡ് ചെയ്യാണ്. ഫെവിക്കോൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇതിന് കൊടുക്കുന്ന കളറ് വൈറ്റ് തന്നെയാണ്. അത് ഇതിലേക്ക് ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. വൈറ്റ് കളറിൽ തന്നെയാണ് ആക്കുന്നുണ്ടായിരുന്നത്. ഇതിങ്ങനെ ലൂസിൽ മിക്സാക്കാൻ പാടില്ല, കുറച്ച് കട്ടിയിൽ മിക്സാക്കി എടുക്കണം. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് അതെന്താക്കാം, ഈ നമ്മൾ ചെയ്ത് വെച്ച ആർട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്സിൽ വരുന്ന വിധത്തിൽ നമുക്കിത് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. മുഴുവനായിട്ടും തന്നെ തേക്കുക. മിറേഴ്സിൻ്റെ മുകളിലേക്ക് ആയാലൊന്നും കുഴപ്പമില്ല. അതിലൊക്കെ നമുക്ക് വൈപ്പ് ചെയ്തിട്ട് കളയാം. തേച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ചെയ്യാൻ വെക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് വൈപ്പ് ചെയ്ത് കളയാം. മിറേഴ്സിന് മുകളിലൊക്കെയുള്ള പൗഡറൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കാം. അപ്പോൾ എല്ലാം തുടച്ച് നല്ല രീതിയിൽ വൈപ്പ് ചെയ്തതിന് ശേഷം ഇതാണ് ലാസ്റ്റ് ലുക്ക്. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാളിൽ ഹാങ് ചെയ്തിടാനുണ്ട്. നമ്മളിതാ ഈ ഒരു കളർ വരുന്ന വാളായതുകൊണ്ട് തന്നെ ഈ വൈറ്റിൽ വരുന്ന തീം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളിത് ഹാങ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ മുമ്പേ ചെയ്ത് വെച്ചിട്ടുള്ള ഈ 2 പെയർ കൂടി ഹാങ് ചെയ്യാനുണ്ട്. അതുകൂടി നമ്മൾ ഒന്നിച്ച് തന്നെ ഹാങ് ചെയ്യുകയാണ്. അതും വൈറ്റിൽ തന്നെ ആയതുകൊണ്ട് ടോട്ടലി കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ആർട്ട് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗാർഡനറി വിത്ത് ആർട്ട് ആയതുകൊണ്ട് തന്നെ ആർട്ടിൻ്റെ വീഡിയോസും കൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി ഗാർഡനിങ് വീഡിയോസാണ് കൂടുതലായിട്ടും ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. ഓക്കെ, ബായ്, താങ്ക് യു.